നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം, ഇന്നത്തെ ദിവസം നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മോനെ നിഖിലേ, ഇന്നത്തോടെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഒന്നുകിൽ നമ്മുടെ ലൈഫ് സെറ്റ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്നേക്കുമായി ഈ ഗേറ്റിന് വെളിയിലാവും. രണ്ടായാലും നീ എന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിലാ ഞാൻ ഇതിന് ചാടി പുറപ്പെടുന്നേ. 11 മണിയാകാൻ ഇനിയും സമയമുണ്ടല്ലോ. അവനിന്ന് വിളിച്ചു നോക്കിയാലോ? അവനിപ്പോ മണിയറ ഒരുക്കി കാത്തിരിക്കായിരിക്കും. അയ്യോ, ഇനി വേറൊരാളുണ്ടല്ലോ, എന്റെ അമ്മ. അവന്റെ മുറിയിലേക്ക് പോകുന്നത് ആരാണെന്ന് അറിയാൻ അമ്മ ഇപ്പൊ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരിക്കും. അത് ഞാനാണെന്ന് അറിയുമ്പോ ഈശ്വരാ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഈ നേരത്ത് ശല്യപ്പെടുത്താൻ വന്നേക്കുന്നത്? എന്താ അമ്മേ? എന്താടി രാത്രിയിൽ ഇത്രയ്ക്ക് ഒരുക്കം? ഒരുക്കോ? ഞാനോ? ഛേ, അമ്മയുടെ കണ്ണിന് ഏതാണ്ട് കുഴപ്പമുണ്ട്. രാത്രി ഞാനൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ഇത്തിരി സ്പ്രേ അടിച്ചു. ഇതൊക്കെ എന്നും രാത്രി അമ്മയും ചെയ്യുന്നല്ലേ? ഈ വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. എന്തിന്? പിന്നെ ഉറങ്ങുമ്പോ വാതിൽ തുറന്നിട്ടോണ്ടാണ് ഉറങ്ങുന്നേ. ഞാനേ അമ്മ പോയി കഴിഞ്ഞ് വാതിലടച്ചോളാം. അങ്ങനെ ഞാൻ പോയിട്ട് നീ വാതിൽ അടയ്ക്കണ്ട. ഞാനേ ഇന്ന് പോകുന്നില്ല. നിന്റെ കൂടെ ഇവിടെയാ കിടക്കുന്നെ. അച്ഛൻ പുറത്തു പോയി. എനിക്കവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എന്താടി ഞെട്ടിയോ? സന്തോഷായി അമ്മേ, സന്തോഷായി. ഇന്ന് അമ്മയുടെ കൂടെ വന്ന് കിടന്നുറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. ഞാനിത് നേരത്തെ തന്നെ തീരുമാനിച്ചതാ. അതുകൊണ്ടേ വലിയ എക്സ്പ്രഷൻ ഒന്നും വേണ്ട. വന്നിടന്ന് നോക്ക്. അത് വളരെ നന്നായി അമ്മേ.
കളമെഴുത്തും പാട്ടും കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്ത പേടിയാ. ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ പാമ്പിഴഞ്ഞ് അടുത്തൂടെ വരുന്ന പോലെയൊക്കെ തോന്നും. നിഖിൽ എന്നോട് ഫോണിൽ സംസാരിച്ച കാര്യം കേട്ടിട്ട് അമ്മ എല്ലാരോടും പറഞ്ഞു കാണില്ലേ? നീ എന്താടി പന്തം കണ്ട പെരിച്ചഴിയെ പോലെ നിൽക്കുന്നത്? ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ, എന്നാ പിന്നെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നു. എന്റെ ദൈവമേ, ഈ അമ്മ എല്ലാം തുലച്ചു. ഇനി എങ്ങനെ നിഖിലിന്റെ മുറിയിലേക്ക് പോകും? അമ്മ ഉടനെ ഒന്നും ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കലക്കി പാലിനകത്തെങ്ങാനും കൊടുക്കാമായിരുന്നു. എടി, നിന്ന് സ്വപ്നം കാണാതെ കിടന്നുറങ്ങുമെണ്ണേ. ആ ലൈറ്റും കാണിച്ചേക്ക്. ആ ലൈറ്റ് ഓഫാക്ക്, എന്നിട്ട് വാ. അപ്പാ, ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. നീ ഒന്ന് നിന്നേ. നീ എങ്ങോട്ടാ പോകുന്നേ? നീ എങ്ങോട്ട് പോകുന്നു? അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ പോവാ അമ്മേ. ആ, നിനക്ക് കുടിക്കാനുള്ള വെള്ളേ ഞാൻ തരാം. വാ.